ആദരണീയരായ സത്യവിശ്വാസിനികളെ, സർവാധിനാഥനായ അർഹമുർ-റഹീമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിതത്തിന്റെ എല്ലാ മേഖലകളും തഖ്വയോടുകൂടി ക്രമീകരിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. പടച്ച റബ്ബ് അവന്റെ ഇഷ്ടവും പൊരുത്തവും നേടിയെടുത്ത് വിജയിക്കാൻ കഴിയുന്ന സുഹൃതവാന്മാരായ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ 2 ആഴ്ചകളിലായി ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ അതിഥികൾ യാത്ര തിരിച്ച സാഹചര്യത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ഹജ്ജിനെ കുറിച്ചും കഅബാലയത്തിന്റെ പ്രസക്തിയെക്കുറിച്ചും ഏറ്റവും ഒടുവിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സാംസ്കാരിക പ്രസക്തിയെക്കുറിച്ചുമാണ് സൂചിപ്പിച്ചത്. കഴിഞ്ഞ 10, 15, 20, 100, 150, 200 വർഷങ്ങൾക്ക് മുൻപല്ല, നമ്മുടെയൊക്കെ സങ്കല്പങ്ങൾക്കും നമ്മുടെയൊക്കെ ഭാവനകൾക്കും അപ്പുറം 4000 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഒരു മനുഷ്യനെ കുറിച്ച് ഇത്രയേറെ പുരോഗതിയും ഇത്രയേറിയ വളർച്ചയും വികാസവും പ്രാപിച്ച ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ടും മനുഷ്യ സമൂഹത്തിന്റെ മാതൃകയായി എടുത്തുദ്ധരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എത്ര വലിയ കപ്പാസിറ്റിയും എത്ര വലിയ വ്യക്തിത്വത്തിന്റെയും ഉടമയായിരുന്നു എന്നാണ് കഴിഞ്ഞ ഖുതുബയിൽ അവസാനം സൂചിച്ചു വച്ചത്. എന്ന് മാത്രമല്ല, ധാരാളം വർഷങ്ങളായി ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന് അവരുടെ ഈമാനും ആവേശവും ഒക്കെ ചോർത്തിക്കളയാൻ വളരെ ആസൂത്രിതമായി നടക്കുന്ന ധാരാളം നീക്കങ്ങൾ, അതിൽ ഖാദിയാനിസത്തിന്റെ ആഗമനം വേണ്ടത്ര ഫലം കാണാതിരുന്ന സാഹചര്യത്തിൽ മുസ്ലിം സമുദായത്തിന്റെ ആരാധനാ കർമ്മങ്ങളിൽ നിന്ന് ആരാധനകളുടെ സാമൂഹിക പ്രസക്തി നഷ്ടമാക്കി കളയുകയും അങ്ങനെ മുസ്ലിം സമൂഹത്തെ കേവലം ഒരു ആൾക്കൂട്ടമാക്കി മാറ്റുകയും ചെയ്യുക എന്നത് ജാഹിലിയ്യത്തിന്റെ ലക്ഷ്യമാണ്. അവിടെയും ജാഹിലിയ്യത്ത് വലിയ സംതൃപ്തി നേടിയെടുക്കാൻ കഴിയാതെ വന്ന സാഹചര്യത്തിൽ ലോകത്തിന്റെ മുമ്പിൽ മുസ്ലിം സമൂഹത്തെ ദീനെ ഇബ്രാഹിം എന്ന് പറയുന്ന പുല്ല് കാട്ടി ആടിനെ ക്ഷണിക്കുന്നത് പോലെ കെട്ടിയിടേണ്ട കുറ്റിയെത്തി കഴിഞ്ഞാൽ ആ പുല്ല് മാറ്റി കുറ്റിയിൽ ബന്ധിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയോടുകൂടി ദീനെ ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു പുതിയ സംഗതിയുമായി ലോകം മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. അവിടെയാണ് മില്ലത്തെ ഇബ്രാഹിമിന്റെ പ്രസക്തിയും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വ്യക്തിത്വത്തെയും കുറിച്ച ചർച്ച പ്രസക്തമാകുന്നത് എന്ന് കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. ഇൻഷാ അല്ലാഹ് ഇന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ ഖുർആൻ വ്യത്യസ്തമായ ഒരുപാട് തലങ്ങളിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പരിചയപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതവും സംസ്കാരവും ഏത് കാലഘട്ടത്തിലെയും മനുഷ്യരിലേക്ക് ചേർത്ത് വെക്കാൻ കഴിയുന്ന ഏറ്റവും സുപ്രധാനമായ ചില ഇടങ്ങളും, അതിലൊന്ന് നമുക്കെല്ലാം സുപരിചിതമായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തവക്കുലിന്റെയും പ്രാർത്ഥനയുടെയും ഭാഗങ്ങളാണ്. ഒരുപക്ഷെ വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ
ഏറ്റവും കൂടുതൽ പ്രാർത്ഥനകൾ നിർവഹിച്ചിട്ടുള്ള, വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനകൾ ഏറ്റവും കൂടുതൽ ഉച്ചരിച്ചിട്ടുള്ള പ്രവാചകൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമാണ്. തന്റെ ജീവിതത്തിന്റെ ഓരോ ഇടപാടുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് പ്രാർത്ഥന കൊണ്ട് കോർത്തുവെച്ച പ്രവാചകനാണ് അദ്ദേഹം. പ്രാർത്ഥനയുടെ അകമ്പടിയില്ലാത്ത ഒന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. ആ പ്രാർത്ഥനകൾക്കും ചില സവിശേഷതകളുണ്ട്. വിശുദ്ധ ഖുർആൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പ്രതിപാദിക്കുന്നിടത്ത് സൂറത്തുൽ ബഖറയിൽ 126 മുതൽ തുടങ്ങുന്ന സൂക്തങ്ങളിലൂടെ പഠിപ്പിച്ച ഏതാനും ചില പ്രാർത്ഥനകളാണ് ഞാൻ ആദ്യം പാരായണം ചെയ്തു വെച്ചത്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. 4000 വർഷങ്ങൾക്ക് മുമ്പ് കേവലം മൊട്ടക്കുന്നുകൾ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു മക്ക എന്ന് പറയുന്ന മരുഭൂമി, മനുഷ്യരും മാൻജാതിയും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാവുന്ന വിജനമായി കിടക്കുന്ന ഒരു പ്രദേശം. ആ പ്രദേശത്ത് നിന്നുകൊണ്ട് അദ്ദേഹം നടത്തുന്ന പ്രാർത്ഥനകളിൽ ഏറ്റവും കാതലായ ഒരു വശം ഒരു രാഷ്ട്ര സംവിധാനത്തെ കുറിച്ചായിരുന്നു. ആ പ്രാർത്ഥനയിൽ അദ്ദേഹം ഏറ്റവും ആദ്യം എടുത്തു പറയുന്നത് വൈദകാല ഇബ്രാഹിമു റബ്ബിക്കൽ ഹാദാ വലദൻ ആമിന. എന്റെ റബ്ബേ, ഞാൻ കാലിക വിട്ടു നിൽക്കുന്ന ഈ മണ്ണ്, ഞാൻ തല ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഈ ആകാശം, ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ നാട് ആമിന, നിർഭയത്വമുള്ള ഒരു നാടാക്കി തരണം. ഭയമില്ലാത്ത, സുരക്ഷിതത്വമുള്ള ഒരു നാടാക്കി തരണം. യഥാർത്ഥത്തിൽ ആ പ്രാർത്ഥന കേവലം ഒരു മക്കയെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയല്ല. അത് ലോകത്തെ മുഴുവൻ മനുഷ്യ സമൂഹവും ആഗ്രഹിക്കുന്നതാണ്. നിർഭയത്വം, ശാന്തി, സമാധാനം. ഏത് കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത്? എല്ലാ കണ്ണുകളും റഫയിലേക്ക് തിരിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ. വ്യക്തിപരമായിട്ട് എനിക്കൊരു നിരീക്ഷണമുണ്ട്. എല്ലാ കണ്ണുകളും റഫയിലേക്ക് തിരിയുമ്പോൾ എല്ലാ മനസ്സുകളും ഒന്ന് അറഫയിലേക്ക് ആദ്യം തിരിയണം. അത് ഇൻഷാ അല്ലാഹ് മറ്റൊരു സാഹചര്യത്തിൽ ഞാൻ വിശദീകരിക്കാം. എല്ലാ മനസ്സുകളും ഒന്ന് അറഫയിൽ, അറഫ മൈതാനി ഉണ്ടല്ലോ, മഹ്ശറയുടെ പ്രതീകം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന എല്ലാ വൈജാത്യങ്ങളും വലിഞ്ഞില്ലാതായി പോകുന്ന പ്രാർത്ഥനകൾ കൊണ്ട് മാത്രം അള്ളാഹുവിലേക്ക് തിരിയുന്ന പാൽക്കടലായി മാറുന്ന ഒരു അറഫയുണ്ട്. ആ അറഫയിലൊന്ന് മനസ്സ് വെച്ചുകൊണ്ട് റഫയിലേക്ക് നമ്മളൊന്ന് കണ്ണയക്കണം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വായിച്ചാൽ കണ്ണ് നിറയാതെയും പറഞ്ഞാൽ തൊണ്ടയിടറാതെയും അവസാനിപ്പിക്കാൻ കഴിയാത്ത കാഴ്ചകൾ നമ്മൾ കണ്ടില്ലേ? പലസ്തീൻ ജനതയെ കത്തിയാളുന്ന ടെന്റിനകത്തേക്ക്, ടെന്റിൽ നിന്ന് എല്ലാവരും പുറത്തേക്ക് ഓടിയിറങ്ങുമ്പോ ചെറിയ ഒരു ആൺകുട്ടി മാത്രം ടെന്റിനകത്തേക്ക് ഓടുകയാണ്. ആ കുഞ്ഞിനെ തടഞ്ഞു നിർത്താൻ ഒരുപാട് ആളുകൾ ശ്രമിച്ചു. അവൻ നിന്നില്ല. അവൻ പിന്നെയും കുതറി ഓടി ടെന്റിനകത്തേക്ക്. നമ്മുടെയൊക്കെ കാഴ്ചപ്പാടിൽ എത്ര വലിയ ആത്മഹത്യാപരമായ വിഡ്ഢിത്വത്തിന്റെ നിലപാടാണ് ആ കുഞ്ഞ് സ്വീകരിച്ചത്. തീയിലേക്ക് ഓടിക്കയറുക. പക്ഷെ എല്ലാം കത്തിയമർന്ന് സാരമായി മാറിയപ്പോഴാണ് ആ കുഞ്ഞിനെ തടയാൻ ശ്രമിച്ചവരും അല്ലാത്തവരുമായ എല്ലാവർക്കും മനസ്സിലായത് എന്തിനായിരുന്നു അവൻ ഓടിയത്. അനങ്ങാൻ കഴിയാത്ത, സഞ്ചരിക്കാൻ കഴിയാത്ത, മുറിവേറ്റ് ആ ടെന്റിനകത്ത് കിടക്കുന്ന സ്വന്തം ഉമ്മയുണ്ട്. അഗ്നിഗോളങ്ങൾ ഇങ്ങനെ വന്ന് വിഴുങ്ങുമ്പോൾ അതിൽ നിന്ന് തന്റെ ഉമ്മയെ അവസാനമായിട്ട് കാണാൻ, അല്ലെങ്കിൽ ആ ഉമ്മയെ ഒന്ന് പുറത്തേക്ക് എത്തിക്കാൻ, ഉമ്മാക്കൊരു ആശ്വാസമാകാൻ ഉമ്മയെ തേടിയാണ് അവനകത്തേക്ക് ഓടിയത്. കാലത്തിൽ പരസ്പരം ആലിംഗനം ചെയ്തിങ്ങനെ ഒരു ഉമ്മയും മകനും കത്തിക്കരിഞ്ഞ് ചാരമായിട്ട് കിടക്കുന്ന ഒരു കാഴ്ച ഇന്നത്തെ ലോകത്ത് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ റബ്ബിജൽ ഹാദാ ബലദൻ ആമിന എന്ന് പറയുന്ന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയിലേക്ക് നമ്മളൊന്ന് ചേർത്ത് വെക്കണം.
ലോകത്ത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ നാടുകളെയും നമ്മൾ പരിശോധിക്കണം. പേടിയോടുകൂടി മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇടങ്ങളുണ്ട്. സ്വസ്ഥതയും സമാധാനവും ശാന്തിയും നഷ്ടപ്പെട്ടു പോയ ഇടങ്ങളുണ്ട്. അവിടെയാണ് 4000 വർഷങ്ങൾക്ക് മുമ്പ് ഈ മൊട്ടക്കുന്നുകളിൽ അടിച്ചു വീശുന്ന കാറ്റിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഈ ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുന്നത്, പടച്ചവനെ ഈ നാടിന് അതിർവരമ്പുകളില്ലാത്ത, അതിർവരമ്പുകൾ നിർണയിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഈ നാടിന്റെ നിർഭയത്വത്തിന്റെ, പേടിയില്ലായ്മയുടെ, സുരക്ഷിതത്വത്തിന്റെ ഒരു നാടാക്കി മാറ്റണം. എല്ലാ ലോകത്തിന്റെയും എല്ലാ മനുഷ്യരുടെയും സ്വപ്നമാണ്, ആഗ്രഹമാണ്. മറ്റൊന്ന്, അതേ വാചകത്തിൽ അദ്ദേഹം ചേർത്ത് വെച്ചുകൊണ്ട് പറയുന്നത്, റബ്ബിജഅൽ ഹാദാ ബലദൻ ആമിനൻ വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത് മൻ ആമന ബില്ലാഹും മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അല്ലാഹുവേ, ഈ നാട്ടിലെ ജനങ്ങൾക്ക് നീ അന്നം കൊടുക്കണം, വർസുഖ് റിസ്ക് നൽകണം. അവർക്ക് എന്തെല്ലാം ജീവിത വിഭവങ്ങൾ വേണ്ടതുണ്ടോ ആ വിഭവങ്ങൾ നീ കാരണം വിഭവങ്ങൾ നൽകാൻ നിനക്കേ കഴിയൂ. നീ തടഞ്ഞു വെച്ചാൽ അത് നൽകാൻ കഴിയുന്നവരില്ല. നീ നൽകിയാൽ അത് തടയാൻ കഴിയുന്നവരുമില്ല. അതല്ലേ ആ വർത്തമാനത്തിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. അല്ലാഹുവേ, നീ നൽകാൻ തീരുമാനിച്ചാൽ അത് തടയാൻ കഴിയുന്ന ഒരു ശക്തിയും ഈ പ്രപഞ്ചത്തിലില്ല. നീ തടയാൻ തീരുമാനിച്ചാലോ ഈ ലോകം മുഴുവൻ ഒറ്റക്കെട്ടായി നിന്ന് നിനക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചാലും നീ തടയാൻ തീരുമാനിച്ച ഒരു സംഗതിയെ തിരികെ നേടിക്കൊടുക്കാനും കഴിയില്ല. അതൊക്കെ വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലും പല ശൈലിയിലും ചോദിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ വെള്ളത്തിലേക്ക്, നിങ്ങളുടെ കുടിവെള്ള സ്രോതസ്സുകളെ ഞാൻ കൊണ്ടുപോയാൽ നിങ്ങൾക്ക് പകരം തരാൻ ആർക്കെങ്കിലും കഴിയുമോ? നമ്മൾ കണ്ടിട്ടില്ലേ, ചില ആളുകൾ അസുഖബാധിതരായിട്ട് കാലങ്ങളോളം ആശുപത്രിയിൽ കിടക്കും. സമ്പാദിച്ച സമ്പാദ്യങ്ങളൊക്കെയും ലക്ഷങ്ങളും കോടികളും ആശുപത്രിയിൽ ചിലവാകും. അടഞ്ഞിരിക്കുന്ന കണ്ണ് ഒന്ന് തുറക്കാൻ, നിശ്ചലമായി കിടക്കുന്ന കൈവിരലുകൾ ഒന്ന് അടക്കാൻ, തന്റെ അടുത്ത് നിൽക്കുന്ന ആളുകളോട് ചുണ്ടുകൾ കൊണ്ട് എന്തെങ്കിലും ഒന്ന് മന്ത്രിക്കാൻ, അല്ലെങ്കിൽ ആരെങ്കിലും മന്ത്രിക്കുന്നതെന്ന് കേട്ടാൽ മിഴിയനക്കം കൊണ്ടെങ്കിലും ഒന്ന് പ്രതികരിക്കാനുള്ള അനക്കമെങ്കിലും തിരിച്ചു നൽകാൻ ഈ സമ്പത്ത് കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? അപ്പൊ അല്ലാഹുവേ, നീ എന്റെ റബ്ബേ, ഈ ജനതയ്ക്ക് നീ അവർക്ക് വിഭവങ്ങൾ നൽകിയിട്ട്, അന്നം നൽകിയിട്ട് അവരെ നീ സുഭിക്ഷത ആസ്വദിപ്പിക്കണം. പക്ഷെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് അവിടെ ഒരു സങ്കുചിത മനസ്സ് ഒരൽപ്പം കടന്നു വന്നു എന്നുള്ളതാണ് വിശുദ്ധ ഖുർആന്റെ ശൈലി. എങ്ങനെ? എല്ലാവർക്കും കൊടുക്കണ്ട. മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അല്ലാഹുവേ, നിന്നിൽ വിശ്വസിച്ചവർക്കും അന്ത്യദിനത്തിൽ വിശ്വസിച്ചവർക്കും മാത്രം മതി. വേറെ ഒന്നും അല്ലാഹു പറഞ്ഞില്ല. ഇല്ല, നിന്റെ ആ ചോദ്യം ശരിയല്ല. ഖാല വമൻ കഫർ, എന്നെ നിഷേധിച്ചാലും ഞാൻ കൊടുക്കും. വിഭവങ്ങൾ കൊടുക്കുന്ന കാര്യം നീ ചോദിച്ചല്ലോ, നിർഭയത്വം നീ ചോദിച്ചല്ലോ. അത് എന്നിൽ വിശ്വസിക്കുന്നവരും എന്നെ അംഗീകരിക്കുന്നവരും അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നവരുമായ ആളുകൾക്ക് മതി എന്ന് നീ പറഞ്ഞാൽ അത് ശരിയല്ല. വമൻ കഫർ, എന്നെ നിഷേധിക്കുന്നവർക്കും ഞാനത് കൊടുക്കും. ഫഉമത്തിഉഹു ഖലീലൻ സുമ്മ അൻതറുഹു ഇലാ അദാബില്ലാ. കുറച്ചു കാലം ഉണ്ടാവുള്ളൂ, കാലാകാലമൊന്നും ഞാനത് കൊടുക്കില്ല. അതിനുശേഷം അവരെ നരകശിക്ഷയിലേക്ക് കൊണ്ടുവരും. അപ്പൊ ഇവിടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ മാതൃകയാക്കുന്ന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പാതയാണ് എന്റെ പാത എന്ന് വിശ്വസിക്കുന്ന നമ്മൾ, നമ്മുടെ പ്രാർത്ഥനകളിൽ, നമ്മുടെ ഇടപെടലുകളിൽ, നമ്മുടെ വർത്തമാനങ്ങളിൽ, നമ്മുടെ ചർച്ചകളിൽ നിർഭയത്വത്തിന്റെയും സുഭിക്ഷതയുടെയും സമാധാനപൂർണമായ ഒരു അന്തരീക്ഷം നിർമ്മിച്ചെടുക്കേണ്ടതിന്റെയും ആവശ്യകത 4000 വർഷങ്ങൾക്ക് മുൻപേ വിളിച്ചു പറഞ്ഞു എന്ന് വിശുദ്ധ ഖുർആൻ. അപ്പൊ എത്ര പ്രസക്തമാണ് ആ ജീവിതം. ഇനിയും ആലോചിച്ച് നോക്കൂ, അടുത്ത ഒരു പ്രാർത്ഥനയിലേക്ക് അദ്ദേഹം വരുന്നു. വൈദി യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വ ഇസ്മായിൽ. ഇബ്രാഹിമും ഇസ്മായിലും ചേർന്നിട്ട് ആ പരിശുദ്ധ ഭവനം ഇങ്ങനെ പടുത്തുയർത്തിയ, അതിന്റെ അസ്ഥിവാരത്തിൽ നിന്ന് കഅബാലയം പടുത്തുയർത്തിയ ഒരു സന്ദർഭമുണ്ട്. ഏത് സന്ദർഭം? ലോകത്തെ ആദ്യത്തെ ഏകദൈവാരാധനയുടെ കേന്ദ്രം അതിന്റെ അസ്ഥിവാരത്തിൽ നിന്ന് പടുത്തുയർന്നു.
ആ പടുത്തുയർത്തിയ ആദ്യത്തെ ഭവനം, ആദ്യത്തെ ആലയം അത് ദേവാലയമാണ്. ആ ദേവാലയം പടുത്തുയർത്തിയതിനു ശേഷം ഞങ്ങളുടെ പണിയൊക്കെ കഴിച്ചു, ഞങ്ങൾ പണിയൊക്കെ പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞ് പൊടിയും തട്ടി മാറിപ്പോവുകയല്ല ചെയ്യുന്നത്. ആ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോ ആ കഅബാലയത്തിന്റെ റബ്ബിനോട് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം, ഞങ്ങളുടെ റബ്ബേ ഞങ്ങളിൽ നിന്നത് സ്വീകരിക്കണം, ഞങ്ങളുടെ ബാധ്യത ഞങ്ങൾ നിർവഹിച്ചു, നീ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഞങ്ങൾ നിർവഹിച്ചു, നീ ഞങ്ങളോട് എന്താണോ നിർവഹിക്കണമെന്ന് കൽപ്പിച്ചത് അത് ഞങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നു, ഇനി അത് സ്വീകരിക്കൽ നിന്റെ ബാധ്യതയാണ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക, നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മളൊക്കെ ജീവിതത്തിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കർമ്മങ്ങളും ഉണ്ട്. നമ്മുടെ ജീവിതം, നമ്മുടെ അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കണമെങ്കിൽ ആ അമലുകൾ നിർവഹിക്കുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു നിയ്യത്തും ആ അമലുകൾക്ക് ശേഷം അല്ലാഹുവേ ഞങ്ങൾക്ക് ഇതിന് പ്രതിഫലം തരണേ എന്ന പ്രാർത്ഥനയും ഉണ്ടാകണം. പ്രാർത്ഥന കൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കി വെക്കുക, പ്രാർത്ഥനകൾ കൊണ്ട് അല്ലാഹുവിന്റെ ലോക്കറിൽ ഭദ്രമായി സൂക്ഷിക്കാൻ ഏൽപ്പിക്കുക. നാളെ പരലോകത്ത് വരുമ്പോൾ ലഭ്യമാകുന്ന പ്രതിഫലമായി കൊണ്ട് അല്ലാഹുവിലേക്ക് കാത്തുവെക്കുക. അപ്പൊ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കർമ്മം നിർവഹിക്കപ്പെട്ടതിന് ശേഷം പോലും ഞങ്ങളിൽ നിന്ന് ഈ കർമ്മം സ്വീകരിക്കണേ എന്ന പ്രാർത്ഥന കൊണ്ടാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ഏറ്റുപറയുന്നത് എന്ന് കാണാം. ഇനി അവിടെയും തീർന്നില്ല, പ്രസക്തമായ മറ്റൊരു വിഷയത്തിലേക്ക് വരുന്നു. റബ്ബന വജഅൽനാ മുസ്ലിമൈനി ലക്, റബ്ബേ ഇപ്പൊ ഞാനും എന്റെ മകനേ ഉള്ളൂ, ഇസ്മായിലേ ഉള്ളൂ, ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഈ കഅബാലയം പടുത്തുയർത്തിയത്. വാപ്പ പ്രാർത്ഥിക്കുന്നു, വാപ്പയുടെ അടുക്കൽ പ്രാർത്ഥനയ്ക്ക് സാക്ഷിയായിട്ട് മകനുമുണ്ട്. റബ്ബന വജഅൽനാ മുസ്ലിമൈനി ലക്, അല്ലാഹുവേ ഞങ്ങളെ രണ്ടുപേരെയും നീ മുസ്ലിങ്ങളാക്കി മാറ്റണം, പോരാ വമിൻ ദുർരിയത്തിനാ ഞങ്ങളുടെ സന്താന പരമ്പരകളെയും ഉമ്മത്തം മുസ്ലിമത്തല്ലേ, മുസ്ലിം ഉമ്മത്താക്കി മാറ്റണം. മക്കൾക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ ഉടനീളം കാണാം എങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ടോ ആ കാര്യങ്ങളിൽ എന്റെ സന്താന പരമ്പരകളെ കൂടി പരിഗണിക്കണം എന്ന് പറയുന്ന അള്ളാഹുവിനോട് മക്കളെ കൂടി ചേർത്ത് വെക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഇത് വളരെ ഗൗരവത്തിലെടുക്കുന്ന ഒരു പ്രാർത്ഥനയാണ് കേട്ടോ. 1140 സ്കൂളുകളിൽ, വിദ്യാലയങ്ങളിൽ, കോളേജൊക്കെ മാറ്റി വെച്ചിട്ട് സ്കൂളുകളെ കുറിച്ചപ്പോൾ 1140 സ്കൂളുകളിൽ ലഹരി വിൽപ്പന നടക്കുന്നു എന്നുള്ള എക്സൈസിന്റെ ഒരു കണ്ടെത്തലുണ്ട് ഈ കഴിഞ്ഞ ദിവസം. 1140 സ്കൂളുകളിൽ 8 ക്ലാസ് മുതൽ 12 ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളിൽ 39.81% കുട്ടികൾ അറിഞ്ഞും അറിയാതെയും ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, 100 രൂപ കൊടുത്താൽ 10 മണിക്കൂർ നല്ല എനർജി ബൂസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്ന, ആർക്കും പിടികിട്ടാത്ത രീതിയിലുള്ള കൊച്ചു കൊച്ചു സാധനങ്ങൾ ഇങ്ങനെ വിപണിയിലേക്ക് വന്നുകൊണ്ടിരിക്കും. സ്കൂൾ തുറക്കാൻ പോകണം, നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് വിദ്യാലയങ്ങളിലേക്ക് നമ്മുടെ മക്കൾ ഇങ്ങനെ പോകും. അപ്പൊ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ പ്രാർത്ഥന 4000 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം നടത്തിയ ആ പ്രാർത്ഥന നമ്മുടെ മക്കളിലേക്ക് നമ്മൾ ചേർക്കാനുള്ളതാണ്. അല്ലാഹുവേ എന്നെയും എന്റെ മകനെയും എന്റെ സന്താന പരമ്പരകളെയും മുസ്ലിമൈനിലെ ഉമ്മത്തം മുസ്ലിമത്തല്ലേ, നിനക്കുള്ള മുസ്ലിങ്ങളാക്കി നിന്നെ അനുസരിക്കുന്ന, നിനക്ക് വിധേയപ്പെടുന്ന, നിനക്ക് ഇബാദത്തെടുക്കുന്ന, നിന്നെ സൂക്ഷിക്കുന്ന അങ്ങനെ ഒരു സന്താനങ്ങളെ സൃഷ്ടിച്ചെടുക്കുക എന്ന് പറയുന്ന വലിയ ഒരു കുടുംബ സങ്കല്പം യഥാർത്ഥത്തിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ലോകത്തോട് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ നമ്മൾ ഓരോരുത്തരും ഇബ്രാഹിമാണ്, നമ്മൾ ഓരോരുത്തരുടെയും മക്കൾ ഇസ്മായിലാണ്. നമ്മൾ ഓരോരുത്തരും ഇബ്രാഹിമായി മാറുമ്പോൾ ആ ഇബ്രാഹിമിന് കരുത്ത് പകരാൻ ഇസ്മായിലായി മാറുന്ന നമ്മുടെ മക്കൾ ഉണ്ടാകണം. ആ ഇബ്രാഹിമിനെയും ഇസ്മായിലിനെയും പാകപ്പെടുത്തിയെടുക്കാൻ കഴിയുന്ന ഹാജറയും ഉണ്ടാകണം വീട്ടിൽ. അതല്ലേ ആ കുടുംബസങ്കല്പത്തിന്റെ ഏറ്റവും കുറഞ്ഞ വാക്കുകളിൽ പരിചയപ്പെടുത്താൻ കഴിയുന്ന ഒരു ഉപമ എന്ന് പറയുന്നത്. അപ്പൊ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനകൾ ഏതെല്ലാം ദിശകളിലൂടെ കടന്നു വന്നു നമ്മൾ ഓർത്തു നോക്കൂ. രാഷ്ട്ര സംവിധാനത്തിലെ സുരക്ഷിതത്വത്തെ കുറിച്ച് പറയുന്നു, ആ രാഷ്ട്രത്തിൽ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും ഭക്ഷണത്തെ കുറിച്ച് പറയുന്നു, ആ മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ കൊണ്ട്
അവർ നിർവഹിക്കുന്ന അമലുകൾ അള്ളാഹുവിലേക്ക് ചേർത്ത് വെക്കുന്നു. തന്റെ മക്കളെയും തന്റെ കുടുംബത്തെയും അള്ളാഹുവിന്റെ സംരക്ഷണ വലയത്തിനുള്ളിൽ കൃത്യമായി ക്രമീകരിക്കുന്ന മുസ്ലിങ്ങളായി മാറണമെന്ന് ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ പറഞ്ഞ വിഷയം ഒട്ടും നിസ്സാരമായി നമ്മൾ കാണേണ്ട ഒരു സംഗതിയല്ല. ഈ പറഞ്ഞ 1140 വിദ്യാലയങ്ങളിൽ ലഹരിയുടെ വിൽപ്പനയും വ്യാപനവും എക്സൈസ് കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുന്നു. വിദ്യാലയങ്ങളിൽ നിന്ന് അധ്യാപകർ പിടികൂടുന്ന കേസുകളുണ്ട്. ആ അധ്യാപകരിൽ നിന്ന് അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകൾ പിടികൂടുന്നതിന്റെ 10-1 മാത്രമേ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുള്ളൂ എന്നതാണ് വലിയൊരു വസ്തുത. ഇത് വലിയ ഒരു ജാഗ്രതയും കരുതലും വേണ്ട. ലഹരിയെക്കുറിച്ച് ജാഗ്രതയും കരുതലും അവിടെ നിൽക്കട്ടെ. നമ്മുടെ മക്കളെ കുറിച്ച് ജാഗ്രതയാണ്. നമ്മുടെ മക്കളെ കുറിച്ച് ഒരു സ്വപ്നമാണ്. നമ്മുടെ മക്കളെ വളർത്തിയെടുക്കുമ്പോൾ ഞാൻ പലപ്പോഴും സൂചിപ്പിക്കാറുണ്ടല്ലോ, മാതാപിതാക്കൾ ഈ കാലഘട്ടത്തിൽ ചെയ്യേണ്ട ഏറ്റവും വലിയ ദൗത്യം എന്താണ് എന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ മക്കളെ വളർത്തിക്കൊണ്ടിരിക്കുന്നു. എന്തിനു വേണ്ടി, എങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുന്നു? ഈ കാലഘട്ടത്തിൽ കുറച്ച് അബൂബക്കർമാർ വേണം, ഈ കാലഘട്ടത്തിൽ കുറെ ഉമർമാർ വേണം, ഈ കാലഘട്ടത്തിൽ കുറെ അലീബിൻ അബീ ത്വാലിബുമാർ വേണം. ഈ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്ന സഹാബെ കറാമിന്റെ മുമ്പിൽ, അല്ലെങ്കിൽ ചരിത്രത്തിൽ നമ്മയൊക്കെ വിസ്മയിപ്പിച്ച് കടന്നുപോയ സഹാബെ കറാമിനെ പോലെയുള്ള കുറെ മക്കളുണ്ടാകും. ആ മക്കളെ ആരാണ് വളർത്തിയെടുക്കേണ്ടത്? നല്ല അഭിമാനബോധത്തോടുകൂടി, ആത്മബോധത്തോടു കൂടിയിട്ട് തന്റെ മക്കളെ കുറിച്ച് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിൽ അസ്മാ ബിൻത് അബൂബക്കർ റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു വാക്കുണ്ട്. സ്വന്തം മകൻ കൊല്ലപ്പെട്ട് അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ രക്തം കൊണ്ടുവന്ന് ഈ അസ്മാ റളിയല്ലാഹു അൻഹയുടെ മാതാവിന്റെ തലയിൽ ഒഴിക്കുന്നു. തലയിലൂടെ വലിച്ചിറങ്ങിയ ആ കട്ടിയായ ദ്രാവകം ഇങ്ങനെ തോണ്ടി നോക്കി, മണത്തു നോക്കി, അതെന്താണെന്ന് അറിയോ എന്ന് ചോദിച്ചപ്പോ ഇല്ല, നിങ്ങളുടെ മകന്റെ രക്തമാണ്. ഈ കേൾവി ഏത് പ്രായത്തിലാണെന്ന് കൂടി ഓർക്കണം. വയോവൃദ്ധയാണ്, വാർദ്ധക്യം മൂലം കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയതാണ്. പക്ഷെ ആ സമയത്താണ് അസ്മാ ബിൻത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നത്, അൽഹംദുലില്ലാഹ്, അവൻ ഷഹീദിന്റെ മകനായ ഷഹീദാണ്. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് സുബൈർ ബിൻ അവാം റളിയല്ലാഹു അൻഹു ഷഹീദായിരുന്നു. അൽഹംദുലില്ലാഹ്, അവൻ ഷഹീദിന്റെ മകനായ ഷഹീദാണ് എന്ന് കേൾക്കുമ്പോഴാണ് ഇദ്ദേഹത്തെ വധിച്ചു കളഞ്ഞ ആളുകൾക്ക് തങ്ങൾ ചെയ്തതെല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ള ഒരു പേടിയും ഭീതിയും മാനസിക വിഭ്രാന്തിയും ഒക്കെ അവരെ ബാധിക്കുന്നത് എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഞാൻ പറയുന്നത് തന്റെ മകനെ എങ്ങനെ വളർത്തിയെടുത്തു എന്നുള്ള ആത്മവിശ്വാസത്തിൽ നിന്നുകൊണ്ട് അങ്ങനെ പറയാൻ ഒരു മാർഗം കഴിയും. അപ്പൊ നമ്മുടെ കുടുംബത്തെ കുറിച്ച് ഒരു സ്വപ്നവും സങ്കല്പവും പ്രാർത്ഥനകൾ കൊണ്ട് അള്ളാഹുവിലേക്ക് ചേർത്ത് വെക്കുന്ന നമ്മുടെ മക്കളെ കുറിച്ചുള്ള കരുതലും ജാഗ്രതയും ഉണ്ടാകണമെന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അതുപോലെ തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറയും, വഅരിനാ മനാസികനാ വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വഅരിനാ മനാസികനാ, അല്ലാഹുവേ ഞങ്ങളെ ആരാധനാ കർമ്മങ്ങളുടെ രൂപം, ശൈലി, ഭാവം, അതിന്റെ ആത്മാവ് എന്താണ് എന്ന് ഞങ്ങളെ പഠിപ്പിക്കണം. ആരാധനകളും പ്രാർത്ഥനകളും എങ്ങനെ നിർവഹിക്കണം, ആ പ്രാർത്ഥനകൾ കൊണ്ട്, ആരാധനകൾ കൊണ്ട് എന്ത് ലക്ഷ്യം ഞങ്ങൾ നേടിയെടുക്കണം, ഇതാരാണ് പഠിപ്പിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, ആരാധനകൾ നിർവഹിക്കണമെന്ന് പഠിപ്പിച്ചത് അള്ളാഹു ആണെങ്കിൽ അതിന്റെ പിന്നിലെ ലക്ഷ്യവും അള്ളാഹു സുബ്ഹാനഹു വ തആല നിർണ്ണയിക്കണം. നമ്മൾ നമസ്കരിക്കുന്നില്ലേ? പലപ്പോഴും നമ്മൾ ചോദിക്കാറുള്ള ഒരു ചോദ്യമുണ്ടല്ലോ, നമസ്കാരം അള്ളാഹുവുമായിട്ടുള്ള മുനാജാത്ത് എന്നാണ് ഫിഖ്ഹിന്റെ ഭാഷയിൽ, രഹസ്യ സംഭാഷണം എന്നാണ് മുനാജാത്ത് എന്ന് പറയുന്നത്. അള്ളാഹുവുമായി നടത്തുന്ന രഹസ്യ സംഭാഷണം. രഹസ്യ സംഭാഷണത്തിന്റെ പ്രത്യേകത എന്താ? സംസാരിച്ച് പിരിഞ്ഞാലും കുറെ സമയം നമ്മുടെ മനസ്സിൽ ആ സംസാരത്തിന്റെ ഒരു അംശങ്ങൾ കിടന്നിങ്ങനെ അലതല്ലിക്കൊണ്ടിരിക്കണം. സംസാരിക്കാൻ വരുന്നതിന് മുൻപ് അതീവ രഹസ്യമായി സംസാരിക്കാൻ പോകുന്ന ആ സംസാരത്തെ കുറിച്ചുള്ള ചില ചിന്തകളും ചില കാഴ്ചപ്പാടുകളും ഇങ്ങനെ മനസ്സിനെ മതിക്കണം. അങ്ങനെ ഉണ്ടോ നമ്മുടെ നമസ്കാരത്തിന് വരുമ്പോൾ, അല്ലെങ്കിൽ നമസ്കാരം കഴിയുമ്പോൾ, നമസ്കാരത്തിൽ നിൽക്കുമ്പോൾ? നമ്മൾ ഓരോരുത്തരും, ഞാൻ ഉൾപ്പെടെ നമ്മളൊന്ന് ചോദിച്ചു നോക്കിയാൽ അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അനുഭൂതി നമുക്ക് കിട്ടിയിട്ടില്ല. ആ അനുഭൂതി കിട്ടാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ആ ആരാധനാകർമ്മത്തിന്റെ രൂപം മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ, അതിന്റെ ലക്ഷ്യം എന്ത് എന്നുള്ളത് നമ്മൾ പഠിപ്പില്ല, അതിന്റെ ആത്മാവ് എന്ത് എന്നുള്ളത് നമ്മൾ പഠിപ്പില്ല.
അതിന്റെ രൂപം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ആ രൂപം നമ്മൾ നടപ്പിലാക്കുന്നുണ്ട്. ഇവിടെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്ന ഞങ്ങളെ ആരാധനാകർമ്മങ്ങൾ പഠിപ്പിക്കണം. എന്നിട്ട് ഞങ്ങൾ വലിയ ആളുകളായി ഞങ്ങൾ അള്ളാഹുവിന് വേണ്ടി ഈ ഭവനം പണിതിരിക്കുന്നു. എന്റെ മകനും ഞാനും കൂടി എടുത്ത ത്യാഗം മരുഭൂമിയിൽ എത്രയോ ദൂരം സഞ്ചരിച്ചാണ് ഞങ്ങൾ ഈ മരുഭൂമിയിൽ ത്യാഗം സഹിച്ചതൊക്കെ ചെയ്തത് എന്നുള്ള ഒരു വലിയ കാഴ്ചപ്പാടൊന്നുമല്ല അദ്ദേഹം പറയുന്നത്. ഒത്തുകാരനായ കാലത്ത് തവാബുറാഹിം, അള്ളാഹുവെ നീ ഞങ്ങൾക്ക് പുറത്തു തരണം. വീഴ്ചകൾ ഉണ്ടാകും, ചെയ്തിട്ടുണ്ട്, നന്മകൾ ചെയ്തിട്ടുണ്ട്, ആരാധനകൾ നിർവഹിക്കുന്നു, പ്രാർത്ഥനകൾ നിർവഹിക്കുന്നു, പക്ഷെ വീഴ്ചകൾ ഉണ്ടാകും. അത് മനുഷ്യ സഹജമാണ്. അതുകൊണ്ട് ആ വീഴ്ചകളെ കൂടി നീ പുറത്തു തരണം എന്നുകൂടി അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഇബ്രാഹിം അലൈഹി സ്വലാം. അപ്പോ വളരെ കാതലായ 3 വശങ്ങളെ അദ്ദേഹത്തിന്റെ ഈ പ്രാർത്ഥനകളിൽ നമുക്ക് കാണാൻ കഴിയും. വേറെ ചിലതുണ്ട്, അത് ഇൻഷാ അല്ലാഹ് മറ്റൊരു സാഹചര്യത്തിൽ ഞാൻ വിശദീകരിക്കും. അപ്പൊ പറഞ്ഞ ഈ 3 കാതലായ വശങ്ങൾ, ഒന്ന് ഒരു രാഷ്ട്ര ലോകക്രമം, സമാധാനത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും ശാന്തിയുടെയും അവസ്ഥാവിശേഷത്തിലൂടെ കടന്നു പോകുന്നത്. ലോകം ഇന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്, ലോകം ഇന്ന് ഏറ്റവും കൂടുതൽ പേടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു അവസ്ഥാവിശേഷത്തിന് വേണ്ടിയിട്ടാണ്. മറ്റൊന്ന് സുഭിക്ഷത. ആകാശം മഴ പെയ്യാത്തത് കൊണ്ടോ ഭൂമി വിത്ത് മുളപ്പിക്കാത്തത് കൊണ്ടോ അല്ല ലോകത്ത് പട്ടിണിയുള്ളത്. ലോകത്ത് പട്ടിണിയുണ്ട്. ലോകത്ത് ഒരുപാട് മനുഷ്യരിപ്പോഴും വിശപ്പ് സഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ലോകത്ത് ഒരുപാട് മനുഷ്യരിപ്പോഴും പച്ചവെള്ളം കുടിച്ച് കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരു അനുഭവം ഉണ്ടായി. ഒരു കുടുംബത്തെ കുറിച്ച് ഒരാൾ വിളിച്ചിട്ട് പറയാണ്, സാറേ നിങ്ങൾക്ക് എന്തെങ്കിലും അവർക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുമെങ്കിൽ ചെയ്തു കൊടുക്കണം. 4 ദിവസത്തോളം ഭക്ഷണം കഴിക്കാതിരുന്നിട്ടും ആരോടും ഒന്നും പറയാതിരുന്ന ദരിദ്ര കുടുംബമാണ്. നമുക്ക് ചുറ്റുമുണ്ട് അങ്ങനെയൊക്കെ, നമ്മൾ അറിയട്ടെ. അപ്പൊ ദാരിദ്ര്യം ഉണ്ടാകുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ പട്ടിണി ഉണ്ടാകുന്നു എന്നുള്ളത് ആകാശം മഴ വർഷിപ്പിക്കാത്തത് കൊണ്ടോ ഭൂമി വിത്ത് മുളപ്പിക്കാത്തത് കൊണ്ടോ അല്ല. പിന്നെ എന്താണ് ദാരിദ്ര്യവും പട്ടിണിയും ഒക്കെ ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ മനുഷ്യർക്കിടയിലെ അസന്തുലിതത്വം. ആ അസന്തുലിതത്വത്തെ ഇല്ലാതാക്കാൻ അള്ളാഹു തീരുമാനിച്ച ചില നിയമങ്ങളുണ്ട്, അള്ളാഹുവിന്റെ ചില നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങളൊക്കെ നമ്മളെടുത്ത് മാറ്റിവെച്ചു. നമ്മൾ എന്തെല്ലാം മാറ്റിവെച്ചോ അതിന്റെ മറുവശം നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. ഇതൊക്കെ വേറെ തന്നെ. സക്കാത്തിനെ കുറിച്ചും സക്കാത്ത് സംവിധാനങ്ങൾ അല്ല ഉദ്ദേശിക്കുന്നതിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് വേറെ തന്നെ പറയേണ്ട സംഗതികളാണ്. അപ്പൊ സുഭിക്ഷത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിഭവങ്ങൾ നൽകണം എന്നുള്ളത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയാണ്. അദ്ദേഹം അതിനുശേഷം ചേർത്ത് വെക്കുന്നത് എന്നെയും എന്റെ സന്താന പരമ്പരകളെയും എന്റെ കുടുംബം, നമ്മുടെ ഓരോരുത്തരുടെയും സ്വപ്നത്തിലേക്കാണ് പിന്നെ വരുന്നത്. നമ്മളെ എല്ലാത്തിൽ നിന്നും മാറ്റി നിർത്തിയിട്ട് നമ്മെ ഇങ്ങനെ പിടിച്ച് ബന്ധനസ്ഥരാക്കിയിട്ടുള്ള നമ്മുടെ കുടുംബം എന്ന് പറയുന്ന ഒരു ചെറിയ ലോകമുണ്ട്. ഈ വലിയ ലോകത്ത് നമ്മുടേതായ ഒരു ചെറിയ ലോകം. ആ ചെറിയ ലോകത്തെ കുറിച്ചാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നിങ്ങളൊന്ന് സ്വപ്നം കാണണം. എങ്ങനെ? നിങ്ങളും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ ഇണകളും ഒക്കെ അള്ളാഹുവിന് വിധേയപ്പെടുന്ന മുസ്ലിമൈനിലെ നമിൻ ദുരിയത്തിന ഉമ്മത്ത മുസ്ലിമത്തല്ലേ, എന്റെ സന്താന പരമ്പരകളെല്ലാം നിനക്ക് വിധേയപ്പെടുന്ന മുസ്ലിങ്ങളായി മാറണമെന്ന്, മുസ്ലിമായി മാറുക എന്നാണ്. ആ വാക്കിന് ചില ഗൗരവപ്പെട്ട സ്ഥലങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. അതുകൊണ്ടല്ലേ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമും യഹൂബ് അലൈഹി സ്വലാത്തു വസ്സലാമും ഒക്കെ മരണപ്പെടുന്ന വേളയിൽ അദ്ദേഹത്തിന്റെ വസിയ്യത്തുകളെ കുറിച്ച് കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ ഓതി വെച്ച സൂക്തം പറഞ്ഞത്, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കരുത്. നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കരുത് എന്ന് പറഞ്ഞാൽ മരണത്തിന്റെ വേളയിൽ ഒരാൾക്ക് മുസ്ലിമാകാനൊന്നും കഴിയില്ല. ജീവിച്ചാലേ പറ്റുള്ളൂ. മുസ്ലിമായി ജീവിച്ചവരെ മുസ്ലിമായിട്ട് മരിക്കാൻ കഴിയുള്ളൂ. അപ്പൊ നിങ്ങൾ മുസ്ലിങ്ങളായിട്ട് മരിക്കരുത് എന്ന് പറഞ്ഞാൽ എന്നാൽ പിന്നെ അസ്രായേൽ വരുന്ന സമയത്ത് നോക്കാം, ശാസ്ത്രീയ എല്ലാം കൊണ്ട് കാത്തിരുന്നിട്ടൊന്നുമില്ല. അതല്ല മരണത്തിന്റെ വേളയിലും ഇസ്ലാം എന്ന്. ജീവിതത്തിൽ ഇസ്ലാമിനെ കൊണ്ടുപോയാൽ നിങ്ങൾക്ക് മുസ്ലിങ്ങളായിട്ട് മരിക്കാം. അപ്പൊ വളരെ ഗൗരവപ്പെട്ട കുറെ സ്വപ്നങ്ങളും സങ്കല്പങ്ങളും ലോകത്തെ യാഥാർത്ഥ്യവൽക്കരിക്കേണ്ട കുറെ കാഴ്ചപ്പാടുകളുമാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥനയുടെ കരുത്തിൽ ഉയർത്തിപ്പിടിച്ച് നമ്മെ പഠിപ്പിക്കുന്നതെന്ന് വിശദീകരിക്കുക. പ്രാർത്ഥനയുടെ കരുത്താണ്, സമർപ്പണത്തിന്റെയും തവക്കുലിന്റെയും കരുത്താണ്. ആ പ്രാർത്ഥന കൊണ്ട് നമുക്ക് കിട്ടുന്നൊരു വലിയ ആശ്വാസമുണ്ട്. അള്ളാഹുവിലേക്ക് ഇങ്ങനെ ചേർത്ത് ചെയ്യുമ്പോൾ എല്ലാ വാതിലുകളും അടഞ്ഞാലും അടയാത്ത ഒരു വാതിൽ എന്റെ റബ്ബിന്റെ മുമ്പിലുണ്ട്. എല്ലാ വാതിലും അടഞ്ഞോട്ടെ,
എല്ലാ പ്രതീക്ഷകളും അടഞ്ഞോട്ടെ, എല്ലായിടത്തു നിന്നും മാറ്റി ഓടിക്കപ്പെട്ടിട്ട് അവഗണിക്കപ്പെട്ടു. പക്ഷെ എന്റെ റബ്ബിന്റെ ഒരു വാതിലുണ്ടല്ലോ, ആ പ്രതീക്ഷയാണ് ഫലസ്തീനിൽ നമ്മൾ കാണുന്നത്. ടെന്റുകൾ കത്തിയമരുമ്പോഴും സുട്ടരിക്കപ്പെടുമ്പോഴും അവർക്ക് അപ്പോഴും ആകാശത്തേക്ക് നോക്കുമ്പോൾ അവരുടെ കണ്ണുകളിൽ എന്തൊരു തിളക്കമാണ്. അവരപ്പോഴും മറ്റുള്ളവർ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ മുമ്പിൽ അൽഹംദുലില്ലാ എന്ന് പറയുന്ന എന്തൊരു ആവേശത്തോടു കൂടിയിട്ടാണ്. അവരപ്പോഴും തൊട്ടപ്പുറത്ത് കിടന്നിട്ട് തന്റെ സഹോദരങ്ങളും ബന്ധുമിത്രാദികളും ഒക്കെ കത്തി ചാമ്പലായിക്കൊണ്ടിരിക്കുമ്പോഴും അല്ലാഹു അക്ബർ പറയുന്നതിന് എന്തൊരു കരുത്താണ്. നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുള്ളൂ, ആ ഒരു കരുത്തൊക്കെ എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചാൽ ഇതുപോലെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനകൾ പോലെ ജീവിതത്തിലേക്ക് ഇങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ വിലയം പ്രാപിക്കുന്ന, ചായം പിടിപ്പിക്കുന്ന, നിറം പിടിപ്പിക്കുന്ന, നമ്മുടെ ജീവിതത്തെ നമ്മുടെ ജീവിതമാക്കി മാറ്റുന്ന, മുസ്ലിമാക്കി മാറ്റുന്ന അതൊരു നിറമാണ്, അതൊരു സംസ്കാരമാണ്. ആ സംസ്കാരം ഇതിനെ രൂപീകരിച്ചെടുക്കുന്നതാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നമ്മളെ പഠിപ്പിക്കുന്ന പാഠം എന്നാണ് സൂചിപ്പിച്ചതിന്റെ ചുരുക്കം. ഇൻഷാ അല്ലാഹ് ഒരുപാട് സംഗതികളുമായി ബന്ധപ്പെട്ട് പറയേണ്ടതുണ്ട്, മറ്റു സാഹചര്യങ്ങൾ അത് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ തുണക്കുമാറാകട്ടെ. അർഹമുർ റഹീമീനായ തമ്പുരാൻ വീഴ്ചകൾ പുറത്ത് അവന്റെ നല്ല അടിമകളായി ജീവിക്കാനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കും.